നിന്ന് ആലപ്പുഴയിലേക്ക് പോകണം. കടൽഭിത്തി അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ല. പുന്നപ്ര വിയാനി കടപ്പുറത്ത് കടൽക്ഷോഭത്തിൽ നിരവധി മരങ്ങൾ കടപുഴകി. ആർ ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ആർ ശ്രീജിത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണത്തിന് പോകുന്ന നേതാക്കളോടൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ടെട്രാപോഡ് ചുമ്മാ ഇങ്ങനെ കൊണ്ടിട്ടിട്ടൊന്നൊരു കാര്യമില്ല, കടൽഭിത്തി കെട്ടണമെന്ന ആളുകൾ ക്ഷോഭത്തോടെ പറയുന്നതായിരുന്നു. ഇതാ ഇപ്പോൾ വലിയ മഴക്കാലത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ആലപ്പുഴയുടെ തീരമേഖലയുടെ അവസ്ഥ? കഴിഞ്ഞ ദിവസത്തെ പുന്നപ്രയിലെ സംഭവം അടക്കം വെച്ച് നോക്കുമ്പോൾ ഒരു പരിഹാരത്തിലേക്ക് ഇപ്പോഴും എത്താത്ത ഒരു കാര്യമാണോ, ഒരു പ്രതിസന്ധിയാണോ നമുക്കവിടെ കണ്ടറിയാൻ കഴിയുന്നത്? സുജ, ഏറ്റവും ദൈർഘ്യമേറിയ കടൽത്തീരമുള്ള ജില്ലയാണ് ആലപ്പുഴ. അങ്ങ് വടക്ക് അന്ധകാരനഴി മുതൽ തെക്ക് വലിയഴിക്കൽ വരെയുള്ള പ്രദേശത്ത് അത്രയും നീണ്ടുകിടക്കുന്ന കടൽത്തീരമുള്ള ജില്ലയാണിത്. ഇവിടെ കടൽഭിത്തിയുണ്ട്, എന്നാൽ പലയിടത്തും നിർമ്മിച്ച കടൽഭിത്തി തകർന്നിരിക്കുന്നു. പുലിമുട്ടുകൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്ത അശാസ്ത്രീയമായ നിർമ്മാണമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലങ്ങളുണ്ട്. ഒപ്പം ഹാർബറുകൾ മണലടിഞ്ഞിട്ടുള്ള വിഷയമുണ്ട്. ഇന്ന് രാവിലെ വലിയഴിക്കൽ 4 വള്ളങ്ങൾ ഇത്തരത്തിൽ തകർന്നിരുന്നു. അതായത് കടൽ ഹാർബറിൽ മണ്ണടിഞ്ഞു കിടന്നുകൊണ്ട് മത്സ്യബന്ധന യാനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനും പോകാനും കഴിയില്ല. അവിടെ തിരയടിയിലാണ് ഇന്ന് 4 വള്ളങ്ങൾ തകർന്നത്. 2 വള്ളങ്ങൾ പൂർണ്ണമായും, മറ്റ് 4 വള്ളങ്ങൾ ഭാഗികമായും തകർന്ന നഷ്ടമാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ ഉള്ളത് പുന്നപ്ര വിയാനി കടപ്പുറത്താണ്. ഇവിടെ കടൽ ക്ഷോഭം പ്രതിരോധിക്കാനായി വലിയ തോതിൽ കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരുന്നു. ഇങ്ങനെ വെച്ചുപിടിപ്പിച്ച കാറ്റാടി മരങ്ങൾ കടപുഴകി കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബാക്കിയുള്ള കാറ്റാടി മരങ്ങൾ കൂടി ഏത് നിമിഷവും കടലെടുക്കാവുന്ന സ്ഥിതിയാണുള്ളത്. ഈ തീരത്തിനപ്പുറത്തേക്ക് നീണ്ട ദൂരം കരയുണ്ടായിരുന്നു, എന്നാൽ ആ കരയെല്ലാം പോയി. ഇപ്പോൾ നമുക്കൊപ്പം ഈ പ്രദേശത്തെ ആളുകൾ ഉണ്ട്. ഇവിടെ വലിയ തോതിലുള്ള കടൽക്ഷോഭമാണ്. വലിയ തോതിലുള്ള കടൽക്ഷോഭമാണ് ഇവിടെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 100 മീറ്റർ അടുത്ത് തന്നെ കടൽ കയറിയിട്ടുണ്ട്, അകത്ത് കയറിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഞങ്ങളിപ്പോ ഇവിടെ ഇന്ന് പണിക്ക് പോയതാണ്. പണിക്ക് പോയിട്ട് ഒരു 10-20 പൊങ്ങ് ഇവിടെ കമന്ന് കിടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആരും ഒരു രക്ഷക്കാ കാര്യത്തിനൊന്നും വന്നില്ല. 2 പേരുടെ വലയെടുത്തൊക്കെ പോയായിരുന്നു. പോയിട്ട് ഇന്ന് കടൽ കൂടുതല. ഇന്ന് ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ഈ കാറ്റാടിയൊക്കെ പിന്നെ ഇപ്പൊ ഒരു 2 മാസമായിട്ട് വെച്ച കാറ്റാടി എല്ലാം പോയാണ്. വലിയ തോതിൽ പോയിട്ടുണ്ട്. എന്താ ഒരു പരിഹാരം? ഇനി പരിഹാരം എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ കല്ലിടണം, കല്ലിട്ട് പുലിമുട്ടിടണം. പുലിമുട്ടിട്ടാലേ അല്ലെങ്കിൽ ഈ തീരദേശവാസികൾ വളരെ ഇതായിരിക്കും, കഷ്ടത എല്ലാം ഞങ്ങൾ പോകുന്നത്. ഈ പുലിമുട്ട് എന്നുള്ളൊരു ആവശ്യം, കടൽഭിത്തി അടക്കമുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഈ ഉന്നയിക്കുന്ന കാര്യം പുലിമുട്ടും കടൽഭിത്തിയും ശക്തമാക്കാതെ ഈ തീരത്തെ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നതാണ്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ 8 വയസ്സിൽ പണിക്കിറങ്ങിയാണ്. അതായത് 1970 പടിഞ്ഞാറാണ് കടൽ. അത് കഴിഞ്ഞിട്ട് ഒരു 6 കിലോമീറ്റർ കിഴക്കോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പേടിപ്പിക്കുക, തീരം എടുത്തോണ്ട് ഇരട്ടി റോഡ് വീതി കൂട്ടാൻ വേണ്ട. പക്ഷെ അത് കാശ് പോക്കെന്ന് പറയുമ്പോൾ ഇവിടെ മുട്ടിട്ടുണ്ട് അത് റോഡിടാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഈ വർഷം തന്നെ മുട്ടിയിട്ടില്ല, ഞങ്ങളുടെ പള്ളിയെല്ലാം പൊളിഞ്ഞു പോകും. നർമ്മണപ്പള്ളി ഈ വർഷം പോകും. അപ്പുറത്തൊരു പള്ളി ഇപ്പൊ ഉണ്ട്, അതിന്റെ വടക്കോശം നീക്കി. ഇപ്പൊ ഓരോ വർഷം തോറും 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ കയറിക്കൊണ്ട് വരിക. ഈ കാറ്റാടിയെ കുറെ കിഴക്കാണ്. ഞങ്ങൾ അരമണിക്കൂർ കഴിയാണ്ട് ഇപ്പൊ വല ധരിക്കാൻ പോലും കടപ്പുറത്തിടവില്ല. ഈ തീരം ഇരട്ടിച്ച് 2 റോഡാക്കാൻ പോലെന്ന് പറയും. എന്ത് പ്രയോജനമുണ്ട്? മുട്ടിട്ട് കഴിഞ്ഞാൽ മണ്ണ് പോകത്തില്ല. ഈ ആനയുടെ തുമ്പിക്കൊണ്ട് വളച്ചെടുക്കണ മണ്ണ്, മുട്ടുണ്ടെങ്കിൽ ആ മണ്ണ് പോകത്തില്ല. കടപ്പുറത്തൊന്നുകൂടെ മണ്ണ് കയറിയുള്ളൂ. ഇന്നും പൊന്തുകാർ തള്ളിയിട്ട് ആ മുട്ടുണ്ട് പറ്റണ ചെന്ന് കയറി. അവിടെ ഒരു കയറാനുള്ള ഇടമുണ്ട്. ഇപ്പുറത്തൊന്നും കയറാവുന്ന ഇടമൊന്നും ഇല്ല. ഇനി അങ്ങോട്ട് പോയി വരുന്ന തലമുറക്കെങ്കിലും മീൻ പിടിക്കാമെങ്കിൽ പടിഞ്ഞോട്ട് മുട്ടിടണം. മുട്ടിടണം വെച്ചാൽ 2 തല കൂടെ ഇട്ടുകൊണ്ട് പോകണം. ഒരു വശം കൊണ്ട് ഇട്ടുകൊണ്ട് ഒരു വടക്കിഴക്കോട്ട് കയറി വരും. ഇതാണ് സുജയ, ഈ പുലിമുട്ട് നിർമ്മിക്കാതെ, കടൽഭിത്തി ശക്തിപ്പെടുത്താതെ ഈ തീരത്തെ ബലപ്പെടുത്താൻ, സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഈ രംഗത്ത് പരിചയമുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ പലയിടത്തും അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതാണ് ഈ ആലപ്പുഴയുടെ തീരത്ത് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ആർ ശ്രീജിത്ത് ഇപ്പോൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കാറ്റാടി മരമൊക്കെ അങ്ങ് കടപുഴകി കളയുന്ന തരത്തിൽ കലിയോടെ കടലിങ്ങനെ ഇരമ്പി എത്തുമ്പോൾ അവിടെ പുലിമുട്ട് ടെട്രാപോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്നൊന്ന് ഇട്ടാൽ മതി. അത് പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഇടുന്നതിന് പക്ഷേ എന്തോ വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടൊന്ന് അധികൃതർ തീർക്കണം. അതുവരെ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും.